ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന മനോഹരമായൊരു 6 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ഇവിടെ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് 12 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. റോഡിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കോർണർ പ്ലോട്ടാണ്. ഫ്രണ്ടിലായി 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റുകളാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിലായി 2 കവേർഡ് രീതിയിലുള്ള 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. വടക്കിഴക്കേ മൂലയിലായ കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഇവിടെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കാണാം. അവിടെയെല്ലാം ഇന്റർലോക്ക് കട്ടയെല്ലാം വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെയായി ചെറിയൊരു ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം കവർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെയും വീടിൻ്റെയും സ്റ്റെപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വലിപ്പമുള്ള ഒരു ഡോർ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറാണ്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ആ ഒരു ഭാഗമെല്ലാം മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വിശാലമായ ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ ലഭിക്കുക. വലിപ്പമുള്ള ഒരു ടേബിളും അതുപോലെ 10ഓളം ചെയറിട്ടിരിക്കാവുന്ന സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമും കിച്ചണുമാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയി നോക്കാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് വലിപ്പമുള്ളൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വീടിൻ്റെ പുറത്തായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ 2 ഭിത്തിയിലും വലിപ്പം മാറുന്ന വിൻഡോയും നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂമാണ്. സൊമാനി ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെ ടൈലെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. ഇനി നമുക്ക് സ്റ്റെയർ കയറി 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. ഇനി ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. സ്റ്റെയർ കേസിന് താഴെയായി വാഷ് കൗണ്ടർ കാണാം. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇനി സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ 3 പാളിയുടെ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്.
വിശാലമായ ഒരു ഹോളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹോളാണ് ഇവിടെ ലഭിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു TV യൂണിറ്റും ഈ കാണുന്ന ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും ലഭിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് 4 ബെഡ്റൂമും. എറണാകുളം ജില്ലയിൽ നിങ്ങൾ വീടുകൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകൾ ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുമ്പായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 6 സെന്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 98 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.